പോലെയുള്ള ഡിക്ഷണറികളിൽ വന്നിട്ടില്ലാത്ത ഒരു നിയോലോഗിസമാണ് എന്ന് ഒരു പുതിയ പദപ്രയോഗം. ഇസ്ലാമിനെ കുറിച്ച് അകാരണമായ ഭയം. ഈ പദം ഏറെ വ്യാപകമായി പ്രയോഗിക്കപ്പെടാൻ ആരംഭിക്കുന്നത് തന്നെ 1995 ഏപ്രിൽ മാസം 19-ാം തീയതി അമേരിക്കയിലെ ഒക്ലഹോമയിൽ നടന്ന സ്ഫോടനത്തോടു കൂടിയാണ്. ഈ സ്ഫോടനത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഈ സ്ഫോടനത്തോടനുബന്ധിച്ച് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളാണ് ഇതിന് പിന്നിലെന്ന വ്യാപകമായ പ്രചാരണം നടക്കുകയും അതോടനുബന്ധിച്ച് 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതിയിലെ ലോക പ്രസിദ്ധമായി മാറിയ ചരിത്രത്തെ രണ്ടാക്കി മാറ്റി എന്ന് പറയപ്പെടുന്ന WTC ബോംബാക്രമണത്തിന്റെ മുമ്പ് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. പക്ഷേ പിന്നീട് കൃത്യമായ അന്വേഷണം വഴി 2 മനോരോഗികളുടെ പ്രവർത്തനമായിരുന്നു അത് എന്ന് തിരിച്ചറിയുകയും സ്വാഭാവികമായി അത് ഇല്ലാതെയായി തീരുകയുമാണ് ചർച്ചകളിൽ വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് മുതൽക്കാണ് ഈ പദം വ്യാപകമായത്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ കാണുന്ന ആളുകളോട്, മുസ്ലിമാണ് എന്ന് കേൾക്കുന്ന ആളുകളോട് ഭയത്തോടു കൂടി നിൽക്കുന്ന അവസ്ഥ. 2009 സെപ്റ്റംബർ മാസം 11-ാം തീയതിക്ക് ശേഷം ഉണ്ടായ ഒരനുഭവം ഒരു അമേരിക്കൻ മുസ്ലിം പത്രപ്രവർത്തകൻ തൻ്റെ പത്രക്കുറിപ്പുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഹോട്ടലിൻ്റെ വരാന്തയിൽ നിന്ന് പുറത്തിറങ്ങി ടാക്സിക്ക് കൈകാട്ടി ടാക്സി നിർത്തിയപ്പോൾ സിക്കുകാരനാണ് ടാക്സി ഡ്രൈവർ. അദ്ദേഹം ടാക്സിയിലേക്ക് കയറുമ്പോൾ ഡ്രൈവർ പറഞ്ഞത്രേ, ഡോണ്ട് വറി ഐ ആം നോട്ട് എ മുസ്ലിം എന്ന്. ടാക്സിക്കാരൻ്റെ കോലത്തിൽ ഡോണ്ട് വറി ഐ ആം നോട്ട് എ മുസ്ലിം എന്ന്. ഉടനെ തന്നെ ഈ പത്രപ്രവർത്തകൻ സരസമായി പറഞ്ഞത്രേ, ഡോണ്ട് വറി ഐ ആം എ മുസ്ലിം എന്ന്. അപ്പോ ഇത് ഇസ്ലാമോഫോബിയ, ഒരു തരം ഭയം, ഇത് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്ന് അത് കടന്നു വരുന്നു, എങ്ങനെയുണ്ടാകുന്നു എന്നെല്ലാം മനസ്സിലാകുമ്പോൾ ഇവിടെ തൻവീർ അവതരിപ്പിച്ച ഇസ്ലാമിക പ്രബോധനവും കേരളീയ സാഹചര്യവും തമ്മിലുള്ള ബന്ധവും അതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വളരെ വലിയ വേരുകളും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആയുധങ്ങൾ ശേഖരിക്കപ്പെടേണ്ടത് എന്ന്. തീർച്ചയായും എവിടെ ഈ ഫോബിയ, ഇസ്ലാമോഫോബിയ എന്ന പദം കടന്നു വന്നതിന് ശേഷം ഏറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് കടന്നു വന്നതെങ്കിലും നമ്മൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയെ പോലെയുള്ള ഡിക്ഷണറികളിൽ, ഇന്ന് പുതിയതായി പുറത്തിറങ്ങുന്ന ഡിക്ഷണറികളിൽ സ്ഥലം പിടിച്ച് കഴിഞ്ഞിട്ടുള്ള പദപ്രയോഗങ്ങളിൽ ഒന്നാണ്, നിയോലോഗിസങ്ങളിൽ ഒന്നാണ് ഇസ്ലാമോഫാസിസം എന്ന പദം. ഇസ്ലാമോഫാസിസം എന്ന പദം, ഈ പദം നമ്മൾ കേൾക്കാൻ ആരംഭിക്കുന്നത് തന്നെ 2002 ശേഷമാണ്. പദത്തിൻ്റെ ഉൽപ്പത്തി അന്വേഷിച്ച് നമ്മൾ കടന്നു ചെന്നാൽ നമ്മൾ എത്തുക ഒരു വ്യക്തിയിലാണ്. അയാളുടെ പേര് സ്റ്റീഫൻ സ്ക്വാർട്സ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ 2 Faces of Islam എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രയോഗിച്ച പദം ആണ് ഇസ്ലാമോഫാസിസം എന്ന പദം. സ്റ്റീഫൻ സ്ക്വാർട്സ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിൻ്റെ ശത്രുവല്ല. സ്റ്റീഫൻ സ്ക്വാർട്സ് നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ഇസ്ലാമോഫോബിക്കുമല്ല. തീർച്ചയായും ഇത്തരമൊരു പദം ആദ്യമായി പ്രയോഗിച്ച് മുന്നിലേക്ക് വെച്ച വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുക പലപ്പോഴും, മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും ഒരു ഇസ്ലാമിന്റെ ശത്രുവോ ഇസ്ലാമോഫോബിക്കോ ആണ് എന്ന രൂപത്തിലായിരിക്കും. എന്നാൽ അതല്ല സത്യം. സ്റ്റീഫന്റെ പൂർണ്ണമായ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും. സ്റ്റീഫൻ സുലൈമാൻ സ്ക്വിറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുലൈമാനാണ് അദ്ദേഹം. അദ്ദേഹം 1960കളിലെ അവസാനത്തിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ജൂതനും മാതാവ് ഒരു പ്രൊട്ടസ്റ്റന്റുകാരിയുമാണ്. ലോകത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെയും അതോടൊപ്പം തന്നെ ഇസ്ലാമോ ഫാഷിസബദ പ്രയോഗത്തിൻ്റെയുമെല്ലാം മൂലവും തലവും നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജൂതനായ പിതാവിൻ്റെയും പ്രൊട്ടസ്റ്റന്റായ മാതാവിൻ്റെയും സങ്കരത്തിൽ നിന്നുണ്ടാകുന്ന കൂട്ടായ്മ.
അദ്ദേഹം എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുവാൻ സന്നദ്ധമാകുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഇബ്നു അറബിയുടെ രചനകളാണ് എന്നാണ് അദ്ദേഹം പറയുക. ഇബ്നു അറബി ഇസ്ലാമിക ദഅവത്തോ അല്ലെങ്കിൽ ഇസ്ലാമിനെയോ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ച വ്യക്തിയോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഇസ്ലാമിനെ വ്യതിരിക്തമായി കാണുകയോ ചെയ്തയാളല്ല. മറ്റുള്ള ആത്മീയ നേതാക്കളെ പോലെ, തനിക്ക് ക്രൈസ്തവ ആത്മീയ നേതാക്കളെ പോലെ, ജൂതന്മാരായ റബ്ബിമാരെ പോലെ തനിക്ക് വൈയക്തികമായ വെളിപാടുകളുണ്ട് എന്ന് വാദിച്ച, താൻ പ്രവാചകന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് വാദിച്ച, തനിക്ക് ഈ രൂപത്തിൽ മഹാപ്രവാചകന്മാരുടെ ദർശനമുണ്ടായിട്ടുണ്ട് എന്ന് വാദിച്ച ഒരു സൂഫി തത്വജ്ഞാനി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം. ഞാനിത് സൂചിപ്പിക്കുന്നത് എവിടെ നിന്ന് ഇതെല്ലാം കടന്നു വരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പദപ്രയോഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഏറ്റവും അധികം ആക്രമിക്കുന്നത് ലോകത്ത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിന്റെ മുഴുവനും കേന്ദ്രം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സൗദി അറേബ്യയെയും വഹാബിസത്തെയുമാണ്. ഒന്ന്. രണ്ടാമത് എനിക്ക് പരിചയപ്പെടുത്തുവാനുള്ളത് ഇതേപോലെ തന്നെ നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെർച്ചുകളിൽ ഒരിക്കലും നിഷേധിക്കുവാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ കടന്നു വരാറുള്ള 2 സൈറ്റുകളുടെ ഉടമസ്ഥതയാണ്. ഒന്ന് ജിഹാദ് വാച്ചും ദിമ്മി വാച്ചുമാണ് 2 സൈറ്റുകൾ. ഈ സൈറ്റുകളുടെ ഉടമസ്ഥൻ റോബർട്ട് സ്പെൻസർ. അദ്ദേഹം ഏറ്റവും അവസാനമായി എഴുതിയ പുസ്തകത്തിന്റെ തലക്കെട്ട് മുഹമ്മദ്, ദ ട്രൂത്ത് അബൌട്ട് മുഹമ്മദ്, ഫൗണ്ടർ ഓഫ് ദ മോസ്റ്റ് ഇൻടോളറന്റ് റിലിജൻ എന്നാണ്. ഈ പുസ്തകം എഴുതിയ റോബർട്ട് സ്പെൻസറുടെ 2 സൈറ്റുകളുടെയും ധർമ്മം ലോകത്തെങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പ്രവർത്തനങ്ങളെ പെരുപ്പിച്ച് കാണിക്കലാണ്. സത്യത്തിൽ ലോകത്തെങ്ങും വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരത്തിന്റെ തന്നെ മീഡിയകളുടെ എല്ലാം ആശയപരമായ സ്രോതസ് ഇത്തരം സൈറ്റുകളും ഇത്തരം ചിന്തകന്മാരുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇദ്ദേഹത്തിനും ഏറെ ശ്രദ്ധയുള്ള, ഏറെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള, ഏറെ ജിഹാദ് വാച്ചിലൂടെയും ദിമ്മി വാച്ചിലൂടെയും അദ്ദേഹവും പ്രധാനമായും സംസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആദർശം ഏത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ അതിന്റെ മൂലത്തോടു കൂടി ഉൾക്കൊണ്ട, അതിനെ മുസ്ലിം റാഡിക്കൽസ് എന്ന് അദ്ദേഹം വിളിക്കുന്ന യഥാർത്ഥ ഖുർആനിന്റെയും തിരുസുന്നത്തിനെയും അതേപോലെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണോ പ്രവാചകൻ മനസ്സിലാക്കിയത് അതേപോലെ ഉൾക്കൊള്ളുന്ന ആളുകൾ എന്ന് അദ്ദേഹം തുറന്നു പറയുന്ന വഹാബികളെയാണ്. മൂന്നാമതായി നാം തിരിച്ചറിയേണ്ടത് 965 ഇസ്ലാം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുന്ന പ്രൊഫസർ ഹാമിദ് അൽ ഗാറിനെയാണ്. ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദവും ഉപയോഗിക്കുന്ന ഭൂമികയും ഒന്ന് എന്നുള്ള നിലക്ക് MSM സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ 3 തലത്തിലുള്ള ആളുകളുടെ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും ദൈക്ഷണികമായ സമരത്തിൽ എവിടെ നമ്മൾ നിലനിൽക്കണം എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. മൂന്നാമത്തെയാൾ പ്രൊഫസർ ഹാമിദ് അൽ ഗാറാണ്. വഹാബിസം എ ക്രിട്ടിക്കൽ സ്റ്റഡി എന്ന പുസ്തകം എഴുതിയ വ്യക്തി. അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. 965 അദ്ദേഹം എവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്നോ എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്നോ വ്യക്തമാക്കാൻ അദ്ദേഹം തന്നെ സന്നദ്ധനല്ല. എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകമായ സ്കോളർഷിപ്പ് ലഭിക്കുകയും ആ സ്കോളർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും അദ്ദേഹം ആ പഠനത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് ലഭിക്കുകയും ആ ഡോക്ടറേറ്റിന്റെ ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ഷിയായിസത്തെയും ഹുമൈനിസത്തെയും വിഗ്രഹവൽക്കരിച്ചുകൊണ്ടുള്ള, ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് രചനകൾ ഉണ്ടാവുകയും അദ്ദേഹം തന്നെ ഷിയ മുസ്ലിമാണ്, ഷിയ സുന്നി ഐക്യത്തിന്റെ അംബാസഡറാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും അത്തരം സൊസൈറ്റികൾ പരിചയപ്പെടുത്തപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം. ഇദ്ദേഹത്തിനും പ്രധാനമായും പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ളത് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ എന്നുള്ള നിലക്ക് വഹാബികളെയാണ്. വഹാബിസമാണ് സകല കുഴപ്പത്തിന്റെയും കാരണമെന്താണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും,
മീഡിയകൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ആനുകാലിക